നമ്മുടെ ഉണ്ടല്ലോ, നമ്മുടെ ആ മനസ്സിൽ എന്തെങ്കിലും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമ്മളത് ചെയ്യാനുള്ള ഒരു ശ്രമം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടത്തണം. അത് എന്ത് കാര്യങ്ങളായാലും. ഇപ്പൊ ലക്ഷറി ആയിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വേറൊരാളെ കൊണ്ട് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആ പരിപാടി അല്ലെ. ചെയ്യിപ്പിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി ചെയ്യിപ്പിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക. അപ്പൊ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു 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 മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ എല്ലാ ആഗ്രഹവും സാധിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ ഇട്ട നമ്മുടെ ഹോം തിയേറ്റർ, പിന്നെ നമ്മുടെ വെളിയിൽ ഉണ്ടാക്കിയ ഫിഷ് പോണ്ട്, പിന്നെ നമ്മുടെ ആൽക്കഹോൾ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പ്. അതൊക്കെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു മനസ്സിലുള്ള ആഗ്രഹങ്ങളായിരുന്നു. അതൊക്കെ ചിലരോടൊക്കെ പറഞ്ഞപ്പോ അതൊന്നും ഇവിടെ നടക്കുകയല്ല എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ഏത് രീതിയിൽ ചെയ്യാന്നുള്ള ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും കൊണ്ട് അപ്പൊ അതെല്ലാം നടന്നു. അതുപോലെ തന്നെയുണ്ടല്ലോ, ഞങ്ങൾ ഈ ഇടുക്കിയിൽ ഒക്കെ ഉള്ളവർക്ക്, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലമുള്ളവരാ. എല്ലാവരുടെയും തന്നെ വീട്ടിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പൊ കോഴിക്കൂട്, ആട്, പന്നി, പശു, അങ്ങനത്തെ എല്ലാം ഞങ്ങളുടെ ഒരു നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നവരാണ് ഞങ്ങളെ പോലെ ഈ മലയോര ഗ്രാമത്തിൽ നിന്ന് വന്നേക്കുന്നവര്. അപ്പൊ നമ്മൾ ഈ വീടൊക്കെ മേടിച്ചപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നേ വീട്ടില് സ്വന്തമായിട്ട് കുറച്ച് കോഴിയൊക്കെ വേണമെന്ന്. പക്ഷെ എനിക്ക് ദൈവം സ്വന്തമായിട്ട് ഒരു കോഴീനെ തന്നു. 3 കോഴിയുടെ മൊത്തം, 2 പെട 1 പൂവൻ. മുട്ടയിടുന്ന കോഴി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് മുട്ടയിടുന്ന കോഴിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആഗ്രഹം. പക്ഷെ നടക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ വേണ്ട അവിടെ 3-4 കോഴി. അപ്പം ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഭയങ്കര ഈസിയാണ്, നമ്മൾ കോഴിക്കോടൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഫാമിലി സാധനങ്ങളെല്ലാം കിട്ടും. അപ്പൊ അന്ന് തൊട്ട് നമുക്കൊരു ആഗ്രഹമാണ്, ഓക്കെ നമുക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. പക്ഷെ എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ സമ്മറിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ആയാലും സമയമായാലും നമ്മളെല്ലാവരും ഫുൾ ടൈം ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം അത് നടക്കത്തില്ല. അപ്പൊ ഈ സമ്മറിൽ നമുക്ക് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ഹോം തിയേറ്ററിന്റെ പണി തുടങ്ങി. ഫിഷ് പോണ്ട് ചെയ്തു കഴിഞ്ഞ ഋതുവിടെ. അപ്പൊ ഈ സമ്മർ ഇപ്പം സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. അപ്പൊ ഈ വർഷത്തെ ഞങ്ങളുടെ കുറച്ച് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ലിസ്റ്റ് ഉണ്ട്. അതില് നമ്പർ 1 ആണ് കോഴിക്കോട് സെക്കൻഡറി ഗാർഡൻ. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി വ്യക്തമായ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പം ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, ഓഫാണ്. ഞങ്ങൾ കോഴിക്കോടിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം ഈ ഒരു 2 ആഴ്ച കൊണ്ട് പരിപാടി തീർക്കണം. കാരണം ഇവിടുത്തെ ഫാമിലെ കോഴികളെ സപ്ലൈ തുടങ്ങി. അതൊരു 20-25 ഡേയ്സിലോട്ടേ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. അവർ ഉണ്ടാക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഇനം കോഴികളെ കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളല്ല, ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ജിനു സാറ് പണിയും അല്ലേ. അതെന്നും അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയൊന്നല്ല, നമ്മള് ഏതൊരു പുരുഷന്റെയും വിജയത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ട് ജിനു. അതുകൊണ്ടാണല്ലോ മോദി പ്രധാനമന്ത്രി ആയത്, രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ നിലയിലെത്തിയത് അല്ലേ. ശരി, അപ്പൊ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല, ഞങ്ങൾ പണിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വുഡ് പാലറ്റ്സ് ആണ്. നിങ്ങളെല്ലാ കാര്യവും കണ്ടിട്ടുള്ളതായിരിക്കും. ഈ B&Q എന്നൊക്കെ ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ, അതായത് സിമെൻറ്റ്, കട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ വുഡ് പാലറ്റ്. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിനും ഫിഷ് പോണ്ടിനും ഒക്കെ വേണ്ടിയിട്ട് കട്ടയും സിമെൻറ്റും ഒക്കെ ഇറക്കിയപ്പോൾ നമുക്കതിൻ്റെ കൂടെ കിട്ടിയതാണ്. എന്തെങ്കിലും ഉപയോഗം എന്തെങ്കിലും വരുമെന്നുള്ളൊരു എന്താ പറയുക കണക്കുകൂട്ടലിൽ ഞങ്ങളത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. സോ അതിപ്പോൾ എന്തായാലും ഉപകാരപ്പെട്ടു. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പാലറ്റിന്റെ ആ ഒരു ബോർഡാണ്. അത് നമ്മളപ്പം ഒരു ബേസ് പോലെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ തടികൾ ഫിറ്റ് ചെയ്യേണ്ടി വരും. സോ അതാണ് നമ്മൾ ഇപ്പൊ കോഴിയുടെ ഒരു കൂടിന്റെ ഒരു ബേസ് ആയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഈ കാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച തടി പാലറ്റിന്റെ അല്ല, നമ്മൾ ട്രീറ്റഡ് വുഡ് സെപ്പറേറ്റ് ഒരു 2 പീസ് വലിയത് I think 180 സെന്റിമീറ്ററിന്റെ 2 എണ്ണം വാങ്ങിച്ചിട്ട് അത് 4ആയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം കാലെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഇച്ചിരി കട്ടി വേണമല്ലോ. പാലറ്റ്സിന് അത്രയും നമുക്ക് കട്ടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് തറയിൽ നിന്ന് നമുക്ക് എത്ര ഉയരം വേണോ ആ ഒരു മെഷർമെന്റ് എടുത്തതിന് ശേഷം അത് സെയിം അളവിൽ കട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആണി അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം എക്സ്ട്രാ നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ഒരു എക്സ്ട്രാ ഒരു ടൈറ്റ്നെസ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ജസ്റ്റ് ഇൻ കേസ് ഒന്ന് ആടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കാലൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇതിന്റെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. നമ്മുടെ കോഴിക്കോടിന്റെ അകഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് 3 അല്ലെങ്കിൽ 4 കോഴി. അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് വേണ്ട. 3 മേടിക്കാനുള്ള പ്ലാന്. മാക്സിമത്തിൽ പോയാൽ 4. സോ 4 കോഴികൾക്കുള്ള
അകഭാഗം എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടെടുത്ത് മാറ്റാനുള്ള ഒരു പ്ലാനിലായിപ്പോ. ഈ പാലറ്റിന്റെ ബോർഡുകൾക്കില്ലേ അത്യാവശ്യം ഭയങ്കര ഗ്യാപ്പ് ഉള്ള കേട്ടോ. അപ്പൊ അത്രയും ഗ്യാപ്പ് ഉള്ളത് നമ്മുടെ കോഴിക്കൂടിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള ഉപയോഗത്തിനും ഉപയോഗപ്പെടുന്ന സാധനമല്ല. സോ ആ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യണം. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ മെഷർമെന്റിൽ നമ്മൾ വേറെ പാലറ്റ് ബോർഡ് പൊട്ടിച്ച് അതിന്റെ പീസസ് എടുത്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആണിയടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ, നമ്മുടെ നാട്ടിലൊക്കെയാണ് പാമ്പ് എന്നൊക്കെ പറയും, ഇവിടെ പിന്നെ പാമ്പിന്റെ പ്രശ്നമില്ല. പക്ഷെ കുറുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ കുറുക്കന്മാര് അടിയിൽ കൂടെ വന്ന് ഇതുങ്ങളെ വലിച്ചെടുത്തോണ്ട് പോകും. അത് തന്നെയല്ല ഇതിങ്ങളുടെ കാലും ഒക്കെ ഇതിന്റെ ഇടയിൽ പെട്ട് ഡാമേജ് ആകാനും ഇഞ്ചുറി ആകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ, പിന്നെ തണുപ്പ് ഇതിന് പ്രതിരോധിക്കാനുള്ള കഴിവ് ഇതിന് പൊതുവെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കൊടും തണുപ്പൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതുങ്ങളുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് ഫുള്ളി ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റ് പോകുന്നതിന്റെ അടിയിൽ കൂടെ പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ ഷീറ്റ് ഇട്ട് അതിന്റെ മുകളിൽ അറക്കപ്പൊടി വിതറി അതിനകത്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിടാൻ പോകുന്നത്. അപ്പം കൃത്യമായ ഒരു ഇടവേളയിൽ നമ്മൾ ആ അറക്കപ്പൊടി അല്ലെങ്കിൽ ആ വേസ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയതിടും. അപ്പൊ പിന്നെ വേസ്റ്റിന്റെ ഒരു പ്രശ്നവും വരികയില്ല. സോ അങ്ങനെയാണ് ഇപ്പം ആണിയെല്ലാം അടിച്ച് ഉറപ്പിച്ച് വെക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു പ്രശ്നമായിട്ട് മാറും. ജിനുമോനെ, ആക്ച്വലി ഈ തടിക്ക് എന്തോരം ഗ്യാരണ്ടി ഉണ്ട്? ഇത് നല്ല സ്ട്രോങ് ആണോ? ഇത് ഇതിന്റെ എത്ര വർഷത്തേക്ക് നിൽക്കും? 8-10 കൊല്ലത്തേക്ക് നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 8-10 കൊല്ലത്തേക്ക് നിൽക്കും. 10 കൊല്ലം നിൽക്കുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ മാറി വല്ല ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വേറെ മേടിച്ചു. നമ്മളിതിൽ അത്യാവശ്യം ആയുധങ്ങളെല്ലാം രാജാവിനുണ്ടെന്നും ഇതെല്ലാം അതിൽ പെടുന്നതാണ്. ഓരോ പ്രാവശ്യമായിട്ട് മേടിച്ചു വെക്കുന്നതാ. ഇനിയുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേസിലോട്ട് 4 സൈഡിലും ബോർഡ് വെച്ചിട്ട് അടിച്ച് അതൊരു കൂടിന്റെ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഈ 4 സൈഡിലുള്ള ബോർഡ് ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് അത് നേരത്തെ തന്നെ ഇപ്പം കൂടുതലായിട്ട് എക്സ്ട്രാ വേണ്ടെടുത്ത് എക്സ്ട്രാ ഒരു തടി കഷ്ണമൊക്കെ വെച്ച് ആണി അടിച്ച് ഉറപ്പിച്ച് ഇതിന് ശേഷമാണ് എടുത്ത് വെക്കുന്നത്. കാരണം ഇതിന്റെ മുകളിൽ വെച്ച് ആണി അടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. സോ അങ്ങനെ 4 സൈഡും ചെയ്യുവാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഞാൻ ആ നേരത്തെ പറഞ്ഞ ഗ്യാപ്പ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ആ ഗ്യാപ്പ് ഇരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ആ സൈഡിലോട്ട് ശകലം തള്ളി നിൽക്കുന്നത് കണ്ടോ കൂട്, അത് കണ്ടു അറിയാണ്ട് ആവശ്യമില്ല. അതെന്തിനാണ് അങ്ങനെ വെച്ചതെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊരു പാലറ്റ് ബോർഡ് പൊട്ടിച്ച് അതിൽ നിന്നും പീസസ് എടുത്ത് മെഷർമെന്റ് എടുത്ത് നമ്മൾ ഈ കറക്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പരുവത്തിന് വെട്ടിക്കണ്ടിച്ച് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ ഉള്ളിലുള്ള ഗ്യാപ്പ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു. കണ്ടോ, എക്സ്ട്രാ തടികൾ വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് ഇപ്പൊ ഒരു പ്രോപ്പർ സ്ക്വയർ ഷേപ്പിലാക്കി എടുത്ത്. ഇത് ഡോറാണേ. സുന്ദരൻ വിളിച്ചല്ലേ ജീനു, പാവം കേറി ഇരിക്കട്ടെ. സൂക്ഷി വരണേ. ഞങ്ങളുടെ കുഞ്ഞു കോഴീനെ ഞങ്ങള് ആദ്യമായിട്ട് അവിടെ ഇരിക്കേ, കുഞ്ഞിക്കോഴി അവിടെ ഇരുന്നു. മാക്ക് മാക്ക് വേണം കോഴി കഥ. കോഴി കറിയുന്നത് എങ്ങനെയാ? കക്കരക്കോന്നല്ലേ കോഴി വെക്കുന്നേ? മതി, കുഞ്ഞിക്കോഴി ഇറങ്ങിക്കോ. ഇനി എന്താ ജിനു പ്ലാൻ? ഇതോ നമുക്ക് ഇവിടുന്ന് വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാൻ വേണ്ടി ഡോർ ഉണ്ടാക്കണ്ടേ? അപ്പം ഫ്രണ്ടിൽ ആ ഡോറിൽ കൂടെ അല്ലേ എടുക്കുന്നേ? അല്ല, അത് കോഴിക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ളത്. ഇത് നമ്മൾ വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് എടുത്ത് കളയാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഡോറായത്, ഇങ്ങനെ പൊക്കുന്ന ഡോറ്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അപ്പൊ ജിനു പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വലിയ ഡോറാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അടിയിൽ കൂടെ അല്ല വേസ്റ്റ് പോകുന്നത്, നമ്മൾ അത് എടുത്ത് കളയുകയും പിന്നീട് അറക്കപ്പൊടി ഫില്ല് ചെയ്യുകയും ചെയ്യണം. അതിന് ഇച്ചിരി സ്പേസ് വേണം. സോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എനിക്കും അച്ചായനും കൂടെ ഉള്ളതാ, നിനക്കുള്ളതല്ല. നീ പണിയെടുക്കുന്നില്ലല്ലോ, പണിയെടുക്കുന്നവർക്കുള്ള ജ്യൂസ്. അത് വേറെ പറയാൻ
വെരി റൂഡാണല്ലോ പറയുന്നേ. ജിനു നോക്കിക്കേ. അപ്പൊ ഇന്ന് ചോറില്ല, ഇന്ന് ചോറും കറിയും ഇല്ല. ഇന്ന് ചോറും കറിയില്ല. ജ്യൂസിൽ എല്ലാരും സംതൃപ്തൻ ആയിക്കോ. സഞ്ജീവി കുടിച്ചോ? കൊച്ചു കുടിച്ചു. നല്ലതാണോ? അപ്പൊ നമ്മൾ 4 സൈഡും കോഴിക്കോടിന്റെ അകഭാഗവും എല്ലാം പണി കഴിഞ്ഞു. ഇതാണോ, ഇതാണ് ഇങ്ങനെ ഒരു ലുക്കിലാ വരുന്നേ. അതെന്താ ജിനു? ഇത് നമുക്ക് മുകളിലെ ഷീറ്റ് ഇടുമ്പോഴേ ആ ഷീറ്റിന് പിടുത്തം വേണമല്ലോ. അപ്പൊ നമുക്ക് ഷീറ്റ് കുറച്ച് നമുക്ക് ഇറങ്ങിക്കണമല്ലോ, ഓക്കെ. നനയാതിരിക്കും. ആ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതോടെ ഇവിടെ അടിച്ചു കൊടുക്കും. അടിമുത്ത നമ്മൾ ഷീറ്റ് സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യും. സഞ്ജു, ഇതെന്തിനാ ഇങ്ങനെ ചരിച്ചു വെച്ചേക്കുന്നത് മനസ്സിലായോ? മനസ്സിലായി. ആ, എന്നാൽ വീട് പോലെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ പെട്ടി പോലെ ഇരിക്കത്തില്ലേ? അതിനല്ലടി മണ്ണിപ്പെണ്ണേ, ആ അത് മഴയുടെ വെള്ളമൊക്കെ വീടുമ്പോ ഇങ്ങോട്ട് ഊർന്ന് വരണ്ട ഒരു സൈഡിലേക്ക്. അത് മാത്രം ഇത് നീട്ടി വെച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവത്തോട്ട് വെള്ളം വീഴാതെ ഇച്ചിരി വെള്ളം ഇങ്ങനെ മാറി വീഴാനായിട്ട്. ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈ വീടൊക്കെ ഇല്ലേ ഇങ്ങനെ ആ ഒരു അതുപോലത്തെ ഒരു ഭംഗിക്ക് വേണ്ടിയായിരിക്കും വീടിന് വെച്ചേക്കുന്നത് ആ ഉദ്ദേശം തന്നെയാ. ആ ശരി, സമ്മതിച്ചു, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ റൂഫ് ചെയ്യുന്നത് ഷീറ്റ് ഇട്ടിട്ടാണ്. ഇവിടെ ഷീറ്റ് മേടിക്കാൻ കിട്ടും. അപ്പൊ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും 2 സൈഡിലോട്ടും കുറച്ച് എക്സ്ട്രാ ഷീറ്റ് ഇങ്ങനെ നീട്ടി നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലും മഴയും ഒക്കെ ഇതൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തോരം പെയിന്റ് അടിച്ചു വെച്ചു എന്ന് പറഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് വെയിലും മഴയും വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ തടിക്കഷ്ണങ്ങൾ ചീത്തയായി പോകാനും അട്ടുപോകാനുമുള്ള ചാൻസ് ഉണ്ട്. ഇതിന് എന്തായാലും ഒരു 10 വർഷത്തെ ഗ്യാരണ്ടി ഇത് ഉണ്ടാക്കുന്ന ആള് തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ നമ്മളൊന്ന് സൂക്ഷിക്കണമല്ലോ. സോ തടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ നീണ്ടു നിൽക്കുന്ന ഭാഗത്തിന് വേറൊരു ഉപയോഗം ഉണ്ടെന്ന്, അതാട്ടോ. കാരണം ആ നമ്മുടെ ഫെൻസിന്റെ ആ സൈഡിലോട്ട് അവിടെ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്തേക്കാണ്. ഇപ്പൊ ഈ മുറിച്ചെടുക്കുന്ന ഷീറ്റ് അതും ട്രീറ്റഡ് ആണ്. അത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. കാല് വാങ്ങിച്ച കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ച 2 പാനൽ ഷീറ്റുകളാണ്. അപ്പം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വലിയൊരു ഡോർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, വേസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ ഡോറിനുള്ള ഫ്രെയിമിൽ അടിച്ചു ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റാണ്. കേട്ടപ്പോഴേ കുഞ്ഞിപ്പണ്ണി കിടന്ന് ചാടുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഭാഗം കണ്ടോ ഇങ്ങനെ ഓപ്പണിങ്, ഇത് അറക്കപ്പൊടി എടുക്കാനും ആ വേസ്റ്റ് തിരിച്ചെടുക്കാനും ഉള്ള ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തതാണ്. അപ്പൊ ഇത്രയും വലുപ്പത്തിലാണ് നമ്മൾ ഡോർ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പൊക്കിയിട്ട് എടുക്കാവുന്ന പരുവത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിമാണിത്. നമ്മൾ മെഷർമെന്റ് അവിടെ നിന്ന് എടുത്ത് ഫ്രെയിം ഉണ്ടാക്കി അല്ലേ. അപ്പൊ നേരത്തെ ജിനു അവിടെ നിന്ന് മുറിക്കുന്ന കാണിച്ചില്ലായിരുന്നോ, ആ ഷീറ്റുകളാണിത്. അപ്പൊ ആ ഷീറ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ച്, ഇത് 2 ഉള്ളൂ കേട്ടോ. 2 നമ്മൾ മുറിച്ച് അളവിന് മുറിച്ചെടുത്തതാണ്. അത് ആ ഫ്രെയിമിലോട്ട് അടിച്ചു ചേർത്ത് ഒരു ഡോറിന്റെ ഇതാക്കി എടുത്തതാണ്. അതിനൊരു എക്സ്ട്രാ സപ്പോർട്ട് എന്ന രീതിയിൽ നടുക്കൊരു വുഡ് പീസും കൂടെ വെച്ചു, ഇച്ചിരി ബലത്തിലിരിക്കാൻ വേണ്ടി. കാരണം നമ്മളിത് കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യാനുള്ളതാണല്ലോ ഡോറ്. കണ്ടോ, ഇവിടെയാണ് ഇത് പിടിപ്പിക്കുന്നത്. അപ്പൊ ഇതെന്നാ ഇനി ചെയ്യാൻ പോകുന്നറിയാവോ? പറഞ്ഞോ. നമ്മൾ വിജാഗിരി വെച്ച് നമ്മൾ ഡോർ സെറ്റ് ചെയ്യാണ്. പൊക്കി താത്ത് കളിക്കാം അല്ലേ. പക്ഷെ ഇതിന് വേറെ കാര്യമുണ്ട്. പണികളൊക്കെ സ്വന്തമായിട്ട് ചെയ്തോണം, എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിത് ഉണ്ടാക്കി തരല് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്നുവെച്ചാ കൂടുണ്ടാക്കി തരുന്ന ആൾക്ക് മുട്ട, ബാക്കിയുള്ളവരെയൊക്കെ നീ വയ്യ. നിനക്കൊരു പാഷന്റെ ആയിട്ടാണല്ലോ നീ കോഴി വളർത്തുന്നത്. അല്ല, നമുക്ക് 2 പേർക്കും, നമ്മുടെ 2 പേരുടെയും എന്ത് പാഷൻ, ഇഷ്ടം ഇല്ല. എനിക്കിത് ഉണ്ടാക്കല് മാത്രമേ ഉള്ളൂ. അത് ഒരുമാതിരി പരിപാടിയായി പോയി കേട്ടോ. അങ്ങനെ ഒന്നിനും കൂടത്തില്ല. എല്ലാം എന്റെ തലയ്ക്ക് വെച്ച് തരുമെന്ന് പറഞ്ഞാലും ആശാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളും മുട്ടയും ഒക്കെ ഇങ്ങ് വന്നു കഴിയുമ്പം അപ്പനും മോളും എന്റെ കൂടെ കൂടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റാ. അപ്പൊ നമ്മുടെ വലിയ ഫ്രെയിമിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാടൻ വിജാഗിരി എന്നാ പറയുന്നതെന്ന് തോന്നുന്നു, ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ ഫ്രെയിമിലോട്ട് പിടിപ്പിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് വലിയ ഡോറ് എന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ പിടിപ്പിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇങ്ങനെ ഷീറ്റിൽ ഇങ്ങനെ വലിച്ചെടുത്ത് മാറ്റാനും പിന്നെ ഫില്ല് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോഴേ നമ്മുടെ ഈ കുഞ്ഞു കോഴിക്കോടിന്റെ പണി 98% കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ളത് ഷീറ്റ് ഇടണം, പെയിന്റ് ചെയ്യണം, ചെറിയ ചെറിയ ടച്ചപ്പ് പണികളും കൂടെ ഉള്ളൂ. അതെന്തായാലും ഇന്ന് ചെയ്യാൻ നിർവാഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മഴക്കോള് കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് വെള്ളവും ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷീറ്റ് ഇട്ട് ഇത് മൂടി വെക്കുകയാണ്. ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടേ ബാക്കി പണി നടക്കത്തുള്ളൂ. കാരണം സൺലൈറ്റ് വേണം പെയിന്റ് അടിക്കണമെങ്കിൽ, പിന്നെ കുറച്ച് വെട്ടമൊക്കെ വേണ്ടേ. അപ്പം നെക്സ്റ്റ് വീഡിയോയില് നമ്മളിത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്കും കൂടെ കാണിച്ചു തരാവേ. ബൈ ബൈ. ബൈ.